Last year I asked you to pray for me, and it's very obvious that you did, because I came through a very difficult period. Unfortunately, I've had a setback. I'm back in the hospital now, and I'm coming to you again, asking you to remember me in your prayers once more. And so I ask you again, if it's not too much, that you can remember me in your prayers. I'm a great believer in the power of prayers. I think the Almighty above is looking over us. So remember me, please. ഫ്രാങ്ക് കാപ്രിയോ എന്ന ലോകപ്രശസ്തനായ ജഡ്ജിൻ്റെ, ന്യായാധിപൻ്റെ വാക്കുകളാണ്, അവസാന വാക്കുകളാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചത്. നിങ്ങൾ കഴിഞ്ഞ വർഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു എന്ന് ഞാൻ പൂർണ്ണമായും കരുതുകയാണ്. എന്നാൽ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം വീണ്ടും ആവശ്യമാണ്. നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും. വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ എന്തിനേക്കാൾ അധികമായി സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുതലിലും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും. ഈ ഒരു ജഡ്ജിനെ കാണാത്തവരായി ഈ ഭൂമിയിൽ ആരും തന്നെ കാണുകയില്ല. അദ്ദേഹം പ്രശസ്തനായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നീതിയുക്തമായ വിധി പ്രസ്താവനകളിലൂടെയാണ്. അമേരിക്കയിലെ റോഡ് ഐലൻഡിൽ ഒരു വർക്കിംഗ് ക്ലാസ്, മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഫ്രാങ്കിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് തികച്ചും പാവപ്പെട്ട ചുറ്റുപാടിൽ തന്നെയായിരുന്നു അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇറ്റലിയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജോലി എന്നത് പാലും പഴവും വിൽക്കുക എന്നുള്ളതായിരുന്നു. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹത്തിൻ്റെ ചെറിയ ട്രക്കിൽ എല്ലാ ഭവനങ്ങളിലും പോയി പാല് ശേഖരിക്കുകയും അത് ഇല്ലാത്തവർക്ക് വിൽക്കുകയും ചെയ്യുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പഴങ്ങളും അദ്ദേഹം ഇതുപോലെ ശേഖരിച്ച് വിൽക്കുമായിരുന്നു. അദ്ദേഹം ഈ ജോലി ചെയ്ത സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളെയും കൂടെ കൂട്ടുമായിരുന്നു. ഫ്രാങ്കും അങ്ങനെ സമൂഹത്തെ അറിയുന്നതിന് വേണ്ടിയുള്ള തൻ്റെ യാത്ര തൻ്റെ പിതാവിനോടുകൂടെ തുടങ്ങുകയായിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: എൻ്റെ പിതാവിനോടുകൂടെ ഞാൻ പോയ സമയത്ത് ഞാൻ പഠിച്ച 2 പാഠങ്ങളുണ്ട്. ഒന്ന് കമ്പാഷൻ, അടുത്തത് അണ്ടർസ്റ്റാൻഡിങ്. മനുഷ്യരോട് മനസ്സലിവ് കാണിക്കുക, അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. 2 പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജഡ്ജ് എന്ന് പറയുന്ന കരിയറിൻ്റെ അടിസ്ഥാനമായത്. ഒരു ഇൻ്റർവ്യൂവിൽ ഈ ജഡ്ജ് പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: ഐ ഹാഡ് ദ ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ് ഓഫ് ഗ്രോയിങ് അപ്പ് പുവർ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നത് പാവപ്പെട്ടവനായി ജനിക്കുവാനും വളരുവാനും എനിക്ക് സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. വെൻ ഐ വാസ് വെരി യങ്, മൈ ഫാദർ പുട്ട് ഹിസ് ഹാൻഡ് ഓൺ മൈ ഷോൾഡർ ആൻഡ് സെഡ്, സൺ, വൺ ഡേ യു ആർ ഗോയിങ് ടു ബി എ ലോയർ ആൻഡ് യു കാൺ ജഡ്ജ് പുവർ പീപ്പിൾ ലൈക്ക് അസ്. ഒരിക്കൽ എൻ്റെ പിതാവ് എൻ്റെ തോളിൽ കൈയിട്ടതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു: നീ ഒരിക്കൽ ഒരു വക്കീലാകുവാനായി പോവുകയാണ്. ആ സമയത്ത് നമ്മളെക്കാൾ പാവപ്പെട്ടവരെ, സ്വാധീനമില്ലാത്തവരെ, കഴിവ് കുറഞ്ഞവരെ നമ്മളെപ്പോലെ തന്നെ ന്യായം വിധിക്കരുത്. അവർ പാവപ്പെട്ടവരാണെന്നും നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് മനസാക്ഷിയോടുകൂടിയും മനോദയോടും കൂടെ അവരോട് പെരുമാറണമെന്ന് പിതാവ് തന്നോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പഠിച്ച് മുനിസിപ്പൽ കോർട്ട് ജഡ്ജിയായി നിയമിതനായി. അദ്ദേഹം വളർന്ന റോഡ് ഐലൻഡിലെ പ്രൊവിഡൻസ് എന്ന സ്ഥലത്തെ ജഡ്ജിയായി നിയമിതനായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റുകൾ, ന്യായവിധികൾ ലോകം മുഴുവനും എത്തത്തക്ക രീതിയിൽ അതിവിശിഷ്ടമായതായി പിന്നീട് തീർന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന പാർക്കിംഗ് ടിക്കറ്റുകൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നവരോട് അദ്ദേഹം നടത്തിയ വിധികൾ വളരെ രസകരമായ സംഭാഷണങ്ങളിലും നർമ്മ സംഭാഷണങ്ങളിലും ചാലിപ്പിച്ചത് തന്നെയായിരുന്നു. കോർട്ട് ഇൻ പ്രൊവിഡൻസ് എന്നുള്ള ഒരു പബ്ലിക് ഷോയിലൂടെ അദ്ദേഹം ലോകത്തിൻ്റെ മുഴുവനും കണ്ണുകളിൽ അദ്ദേഹത്തിൻ്റെ ന്യായാസനം മുടക്കി എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന എല്ലാവർക്കും, എല്ലാ ഒഫൻസ് ചെയ്തു വന്നവർക്കും അദ്ദേഹം ഒരു ഡിഗ്നിറ്റി ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവരുടെ ഡിഗ്നിറ്റിക്ക് അനുസരിച്ച്, അവരുടെ വ്യക്തിത്വത്തെ ഹനിക്കാത്ത രീതിയിൽ അവർക്ക് നൽകേണ്ട എല്ലാ ബഹുമാനങ്ങളും നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹം വിധിന്യായം നടത്തി. അദ്ദേഹത്തിന് മുമ്പിൽ വന്ന വിധവമാർക്കും, സ്റ്റുഡൻസിനും, ഇന്ത്യക്കാർക്കും, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുള്ളവർക്കും വളരെ ദയയോടുകൂടെ, സ്നേഹത്തോടുകൂടെ അദ്ദേഹം വിധിന്യായങ്ങൾ നടപ്പിലാക്കുക ഉണ്ടായി. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: ഐ ജസ്റ്റ് ട്രൈ ടു ഹെൽപ്പ് പീപ്പിൾ. ഐ ഡോണ്ട് വെയർ എ ബാഡ്ജ് അണ്ടർ മൈ റോബ്, ഐ വെയർ എ ഹാർട്ട്. ഞാൻ എൻ്റെ ഈ കുപ്പായത്തിനുള്ളിൽ ഞാൻ ധരിക്കുന്നത് ഒരു ബാഡ്ജല്ല, വക്കീലെന്നോ ജഡ്ജോ എന്നുള്ള ഒരു ബാഡ്ജല്ല ഞാൻ ധരിക്കുന്നത്. എന്നാൽ എൻ്റെ കുപ്പായത്തിനുള്ളിൽ എനിക്ക് ദൈവം ധരിക്കുവാൻ നൽകിയത്, അല്ലെങ്കിൽ
ഞാൻ ധരിക്കുന്നത് ഒരു ഹൃദയമാണ്. അതെ, കമ്പാഷനേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഹാർട്ട്. ഇങ്ങനെയുള്ളൊരു ഹൃദയം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സിംഹാസനത്തിൽ ഇരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നവരോട് കർത്തൃത്വം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കസേര ഉപയോഗിച്ചില്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നവരോട് അവരുടെ വേദനകളിൽ അവരോടൊപ്പം വേദനിക്കുകയും അവരുടെ ജീവിതത്തിൽ അവർക്ക് താങ്ങാവുന്നത് മാത്രം നൽകി ഏറ്റവും പ്രശംസ അർഹിക്കുന്ന വിധിന്യായങ്ങൾ നടത്തുകയും ചെയ്തു. 2023 ഡിസംബർ മാസത്തിലാണ് അദ്ദേഹത്തിന് പാൻക്രിയാറ്റിക് ക്യാൻസർ എന്നുള്ള രോഗം സ്ഥിരീകരിച്ചത്. അദ്ദേഹം പിന്നീട് റേഡിയേഷൻ, കീമോതെറാപ്പി എന്നുള്ള ചികിത്സകളിലൂടെ ചില മാസങ്ങൾ കടന്നുപോയി. മെയ് മാസം 2024 അദ്ദേഹത്തിൻ്റെ ചികിത്സയെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വെളിയിൽ വന്നതിന് ശേഷം നടത്തിയ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫിനിഷിംഗ് റേഡിയേഷൻ ബട്ട് ഇറ്റ് വാസ് ട്രൂലി അഫർമേഷൻ ഓഫ് ഫെയ്ത്ത്. ഈ കാലയളവിൽ എൻ്റെ റേഡിയേഷൻ കഴിഞ്ഞു എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നത്, എന്നാൽ ഞാൻ ആരാണെന്നും ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം എന്തെന്നും അടിയുറപ്പിക്കുന്ന മാസങ്ങളിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയത്. അദ്ദേഹം 3 മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു തൻ്റെ പ്രസ്താവനകൾ ആ സമയത്ത് പറഞ്ഞത്: പ്രെയർ, ഫെയ്ത്ത് ആൻഡ് ഗ്രേസ്. പ്രാർത്ഥന, വിശ്വാസം, ദയ. ഈ 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞത്, ദൈവത്തിൽ ആശ്രയിക്കാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധ്യമാവുകയില്ല. പ്രാർത്ഥനയിലൂടെയും ദൈവം എല്ലാം അറിയുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടിയും ദൈവത്തിൻ്റെ കൃപയിൽ അമർന്നു ചേർന്നുകൊണ്ട് ആ കൃപ മറ്റുള്ളവർക്ക് നൽകുകയും മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കി. 88-ാമത്തെ വയസ്സിൽ ഈ മഹാനായ ജഡ്ജി തൻ്റെ ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് അദ്ദേഹം അക്നോളജ് ചെയ്തത്, അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞത്, തന്നെക്കാൾ വലിയൊരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദയയിലുമാണ് നാം എല്ലാവരും ആയിരിക്കുന്നതെന്നും എന്നുള്ള ഒരു വലിയ പാഠമായിരുന്നു അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്ത് പ്രധാനപ്പെട്ട ഒരു ആശ്രയബോധമാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളൊക്കെ സ്വയത്തിൽ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഒരുപക്ഷെ എല്ലാ രീതിയിലും സുഖസൗകര്യങ്ങൾ അനുഭവിച്ച ഒരു ജഡ്ജിയുടെ വാക്കുകൾ എത്രയോ പ്രശംസനീയമാണ്, എത്രയും നമ്മൾ വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെക്കാൾ വലിയ അത്യുന്നതനായ ആ ദൈവത്തിൻ്റെ വിധിന്യായങ്ങളിൽ വിശ്വസിക്കുകയും അത്യുന്നതനായ ദൈവത്തോട് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യുക എന്നുള്ള ആഹ്വാനത്തോടുകൂടെ അദ്ദേഹം പടിയിറങ്ങുന്ന സമയത്ത് അദ്ദേഹം സ്വാധീനിച്ചത് ലോകത്തെ മുഴുവനും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ ചില വാക്കുകളുണ്ട്. പരിപൂർണമായും യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ അധിഷ്ഠിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന എന്ന് പറയുന്നത്: ബി കൈൻഡ് ടു അതേഴ്സ്. മറ്റുള്ളവരോട് ദയ കാണിക്കുക. ബി സ്ലോ ടു ജഡ്ജ്. മറ്റുള്ളവരെ വിധിക്കുന്നതിൽ പതുക്കെ കാര്യങ്ങൾ ചെയ്യുക. പെട്ടെന്ന് വിധിക്കരുത്. മുൻവിധിയോടുകൂടെ കാര്യങ്ങളിലേക്ക് ഇടപെടരുത്. മറ്റുള്ളവരെ വിധിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തിടുക്കം ഉണ്ടാകരുത്. ആൻഡ് ഓൾവേസ് ഷോ മേഴ്സി. എപ്പോഴും കൃപയും കരുണയും നിങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഭൂമിയിലെ ന്യായാസനങ്ങളും ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ലഭ്യമാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള പൊസിഷൻസ്, സ്ഥാനങ്ങളിലൂടെയൊക്കെ അവർ അവരുടെ കീഴെ ഉള്ളവരെ ഭരിക്കുന്നതിന് വേണ്ടിയും അവർക്ക് മുകളിലാണ് തങ്ങളെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയും കാണിക്കുന്ന ഈ ലോകത്തിൽ എത്രയും മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ ജഡ്ജി ജീവിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഫ്രാങ്ക് കാപ്രിയോയുടെ ആ വാക്കുകൾ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. വെയർ ഹാർട്ട്സ് നോട്ട് ബാഡ്ജസ്. നമ്മൾ ധരിക്കേണ്ടത് ബാഡ്ജുകളല്ല, നമ്മൾ ധരിക്കേണ്ടത് ഹൃദയങ്ങളാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ് നമുക്ക് ആവശ്യമുണ്ട്. അവർ മുറിവേറ്റ് കിടക്കുന്നവരാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ അവരോട് മനസ്സലിവോടുകൂടെ നാം ഇടപെടേണ്ടതായിട്ടുമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക.